ഹായ് അസ്സാം വലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കാരമൽ പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ പറയാം. പിന്നെ വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ട് സേമിയം കുറച്ച് മിക്സിയിൻ്റെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സേമിയം സാധാ പോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നട്ട്സ് ഒന്ന് വറുത്തെടുത്തിട്ട് അത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് സേമിയയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഈ ഒരു പായസം എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, എന്നാൽ നല്ല ഈസിയുമാണ് കേട്ടോ. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അങ്ങനെ അതാ ഞാൻ സേമിയം വറുത്തെടുക്കട്ടെ. അങ്ങനത്തെ ഞാൻ സേമിയൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരമൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇതിങ്ങനെ മെൽറ്റായി വരുന്ന ആ സമയത്ത് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിലേക്ക് ആക്കിയിട്ട് ഒന്ന് ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേന്നിരിക്കുക. പിന്നെ ഇത് എപ്പോഴും ആക്കുമ്പോൾ കരിഞ്ഞു പോകാണ്ട് ശ്രദ്ധിക്കണം. ഈ ക്യാരമൽ ആക്കുന്ന സമയത്ത് കരിഞ്ഞു പോയാൽ വേറൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പം സിമ്മിലാക്കിയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ ദാ നമ്മുടെ ക്യാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം. കാരണം പാലൊഴിക്കുന്ന സമയത്ത് ആ ക്യാരമൽ ഒന്ന് കട്ടാവും. എന്നിട്ട് ചൂടാകുമ്പോൾ പിന്നെ മെൽറ്റായി വന്നോളും. നമ്മുടെ പാല് ചൂടാവില്ലേ, പാല് ചൂടാകുന്ന സമയത്ത് ആ ക്യാരമലൊക്കെ മെൽറ്റായി റെഡിയായി വന്നോളും. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ക്യാരമലൊക്കെ നല്ല മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏലക്കായ ഇടുന്നില്ലെങ്കിൽ വനില എസൻസ് ഇല്ലേ, അതായാലും മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് സേമിയയില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് സിമ്മിലിട്ടിട്ട് ഒന്ന് മൂടി വയ്ക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ അടുക്കി പിടിക്കാതിരിക്കാനും ശ്രമിക്കണം. അങ്ങനെ ഇത് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ്. ഇത് നല്ലോണം ഇങ്ങനെ വറ്റി കുറുകി വരട്ടെ. അപ്പോൾ കറക്റ്റ് നമ്മൾ ഈ മിൽക്ക് മെയ്ഡൊക്കെ ഒഴിച്ചുണ്ടാക്കിയ ഒരു ബ്രൗൺ അല്ല, ഒരു ക്രീം കളറിലേക്ക് മാറും ഈ പായസം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്ക്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ കുറുക്കിയെടുക്കട്ടെ.
അങ്ങനെ ദാ നമ്മുടെ പായസം നല്ല തിക്കായി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് ഞാനിതിലേക്ക് കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. വീഡിയോ കാണുന്നുണ്ട് കുറേ ആൾക്കാർ, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം സബ്സ്ക്രൈബും കൂടി എന്തായാലും ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഒരു പായസം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ ആയി നമ്മൾ ആ കട്ടിയോട് കൂടി കുടിക്കുമ്പോൾ വിചാരിക്കും മിൽക്ക് മേഡൊക്കെ ഇട്ടിക്കണം. പക്ഷേ മിൽക്ക് മേഡ് ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം ബട്ടർ ഇട്ടുകൊണ്ടും പിന്നെ നമ്മൾ ക്യാരമൽ ആക്കിയതുകൊണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. പിന്നെ ബൗളിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മുടെ ആ നട്ട്സ് ഇടാണ് കേട്ടോ. അതെനിക്ക് മറന്നുപോയി. നമ്മൾ വറുത്ത് വെച്ച നട്ട്സ് ഈ പായസം നല്ലോണം ആയി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. കാരണം നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചാണല്ലോ. അപ്പോൾ അതാ ഞാൻ ആ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് ബൗളിലേക്ക് മാറ്റുന്നത് കേട്ടോ. പിന്നെ നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ മുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല, എനിക്ക് വലിയ ഇഷ്ടമില്ല മുന്തിരി. അതുകൊണ്ടാണ് ഞാൻ ബദം മാത്രം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ബദം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അത്. അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. നമ്മൾ കറക്റ്റ് പുറത്തുനിന്നൊക്കെ നമ്മൾ വാങ്ങലില്ലേ പായസം, അതേ ഒരു ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മിൽക്ക് മേഡ് ഇട്ടില്ലാന്ന് ആരും പറയില്ല കേട്ടോ, അത്രക്കും ടേസ്റ്റാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.